അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. ഇന്നത്തെ ദിവസം നമുക്കറിയാം, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അറഫയിൽ ഹാജിമാരെല്ലാവരും ഒത്തുകൂടുന്ന ഒരു ദിവസം. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു ദുആണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിക്ർ. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഹാജിമാരെല്ലാവരും തന്നെ അറഫയിൽ സംഗമം, ആ സമയത്ത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക്ക് ലാ ശരീക ലക ലബ്ബൈക്ക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക്. ഇത് ഉരുവിട്ടുകൊണ്ട് അവർ അവിടുത്തെ ഓരോ കാര്യങ്ങളും കർമ്മങ്ങളും അവർ ചെയ്തുകൊണ്ടേയിരിക്കും. എന്തായാലും ആ കർമ്മത്തിൽ നമ്മളും ഇവിടെ നിന്ന് സന്തോഷത്തോടു കൂടി നോമ്പൊക്കെ എടുത്ത് അതോടൊപ്പം തന്നെ അവർക്കും നമുക്കെല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യാം. എന്തായാലും ഈ അറഫാ ദിനത്തിലെ ഈ ഒരു നോമ്പ് കൊണ്ട് 2 വർഷത്തിൽ നമുക്ക് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ ചെറുദോഷങ്ങളും അള്ളാഹു പൊറുക്കപ്പെടുന്നതാണ്. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നോമ്പനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. UAE ഇന്നാണ് നോമ്പ്, അതേപോലെ തന്നെ നാട്ടിലൊക്കെ നാളായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിവിൻ്റെ പരമാവധി എല്ലാവരും തന്നെ നോമ്പെടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഹജ്ജിന് പോകണം. ഹജ്ജിനും ഉംറയ്ക്കും പോകാത്ത എത്രയോ പണക്കാരായ ആളുകളുണ്ട്. ഹജ്ജിനും ഉംറയ്ക്കും പോകാത്തതിൽ ഉംറയ്ക്ക് പോലും പോകാത്ത എത്രയോ പണക്കാരുണ്ട്. ഉള്ള പണം മുഴുവനും കെട്ടിവെച്ച് അവർ ഫ്ലാറ്റും മറ്റുള്ളതെല്ലാം എടുക്കുമ്പോൾ ഒരു ദിവസമെങ്കിലും ഒരു കുറച്ച് പൈസ അതിന് വേണ്ടിയിട്ട് 1 ലക്ഷത്തിന് താഴെ പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉംറക്കൊക്കെ സന്തോഷത്തോടു കൂടിയിട്ട് പോയി സമാധാനമായി നിന്നിട്ട് പോരാൻ പറ്റും. അപ്പോൾ മക്കത്ത് പോയി ഉംറ ചെയ്യാനും പൊന്നാര റസൂലുള്ളാഹിൻ്റെ അടുത്ത് പോയി അവിടെ റൗള ഷരീഫിലൊന്ന് ചെന്ന് ദുആ ചെയ്യാനും ഒരു സലാം പറയാനൊക്കെ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഉണ്ടാവില്ല. എന്നാൽ എത്രയോ മുസ്ലിങ്ങൾ പണം കയ്യിൽ വെച്ചുകൊണ്ട് ധൂർത്തടിച്ചുകൊണ്ട് അവർ ജീവിക്കുന്നു. ഒരു കല്യാണം നടക്കുമ്പോൾ തന്നെ എന്തെല്ലാം തരത്തിൽ അവർ ധൂർത്തടിക്കുന്നുണ്ട്. തലേ ദിവസം തന്നെ ആ പണം ഉണ്ടായിക്കഴിഞ്ഞാൽ എത്രയോ പേർക്ക് ഉംറ ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും വിചാരിക്കുകയാണെങ്കിൽ, ഓരോ പണക്കാരനും വിചാരിക്കുകയാണെങ്കിൽ തന്നെ അയൽവാസികളെ പോലും കൊണ്ടുപോകാൻ അവർക്ക് കഴിയും. പക്ഷേ അവർക്ക് ആ പണം എങ്ങനെ ചെലവഴിക്കണമെന്ന് അറിയുന്നില്ല. ഹറാമായ വിധത്തിൽ പലരും ആ പണം ചെലവഴിച്ചുകൊണ്ട് അവർ സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരിക്കലെങ്കിലും റസൂലുള്ളാഹിയുടെ അടുത്തൊന്ന് പോകാനോ അതേപോലെ മക്കയിൽ പോകാനോ ആഗ്രഹിക്കുന്നില്ല അവർ. പാവപ്പെട്ട ജനങ്ങൾക്കാണ്, അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർക്കൊന്ന് മക്കയിൽ പോകാനും മദീനയിൽ പോകാനൊക്കെ. പക്ഷേ അവർക്ക് അതിനുള്ള പണം ഉണ്ടാവുന്നില്ല എന്ന് മാത്രം. എന്തായാലും ആഗ്രഹിച്ച എല്ലാ പാവപ്പെട്ടവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കയിലും മദീനയിലും എത്തിച്ചേരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. ശാരീരികമായി നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും സമ്പത്തും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഹജ്ജിന് പോകേണ്ടതാണ്. അപ്പോൾ ഹജ്ജിന് പോകാൻ കഴിവില്ലാതെ വയസ്സായി ഏതാണ്ട് മരിക്കാറാവുന്ന സമയത്തൊക്കെ ഹജ്ജിന് പോകാമെന്ന് പറഞ്ഞ് അതുവരെ നമ്മൾ ആ പൈസയും കൂട്ടി വെച്ചിട്ട് ഇരുന്നിട്ട് നമ്മൾ പോകാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം നഷ്ടമാണത്. കാരണം ആരോഗ്യമുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ കർമ്മങ്ങളും നമുക്ക് സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ചെയ്യാനായിട്ട് കഴിയും. ഈ വയസ്സായിക്കഴിഞ്ഞാൽ നമ്മൾ ഹജ്ജിന് പോയിട്ട് അവിടെ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ തന്നെ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അവർ ഈ വണ്ടികളിലും മറ്റുമായിട്ടൊക്കെ ആയിരിക്കും തവാഫ് ചെയ്യുന്നതൊക്കെ. അങ്ങനെ പോകാൻ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത്? അതുപോലെ തന്നെ ചെറുപ്പക്കാരായ ചെക്കന്മാർക്ക് എന്തായിക്കഴിഞ്ഞാലും പോകുകയാണെങ്കിൽ ഒരുപാട് ഉംറയൊക്കെ അവർക്ക് ചെയ്യാനായിട്ട് കഴിയും. മരിച്ചുപോയ അവരുടെ കുടുംബങ്ങളിലെ ആളുകൾക്കൊക്കെ ഓരോ ഉംറയും ചെയ്യാനായിട്ട് അവർക്ക് പറ്റും. നല്ല ഊർജ്ജസ്വലതയോടു കൂടിയുള്ള പ്രായത്തിൽ പോകുമ്പോൾ എല്ലാ കർമ്മങ്ങളും സന്തോഷത്തോടും സമാധാനത്തോടും കൂടി നല്ല റാഹത്തായിട്ട് നടത്താനും അവർക്ക് കഴിയും.
അപ്പോൾ പണമുള്ളവർ അത് എടുത്ത് കുമിച്ച് കൂട്ടി വെച്ച് വീടിൻ്റെ മുറ്റത്ത്, അതേപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാതെ കിട്ടുന്ന പൈസ മുഴുവനും ഒരു വീട് ഉണ്ടാക്കി അത് വീട് പൊളിച്ച് 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 അത് വീണ്ടും വീണ്ടും മറ്റുള്ളവരുടേക്കാൾ വലിയ വീടാവണം എന്ന് കരുതി ആ വീടൊക്കെ പൊളിച്ചുണ്ടാക്കി വീടിൻ്റെ മുറ്റത്ത് തോട്ടങ്ങളും സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടാക്കുന്ന ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, അവരൊക്കെ ഇതെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. പുന്നാര റസൂലുള്ളാഹിൻ്റെ റൗളയിലൊന്ന് പോയി ഒരു സലാം ചൊല്ലാൻ, ഈ മക്കത്ത് പോയി ഒന്ന് ഉംറ ചെയ്യാനോ ഹജ്ജ് ചെയ്യാനോ ഒക്കെ പരിശ്രമിക്കുക. അതിന് നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ പാവപ്പെട്ടവരെ കൂടെ ഓരോ ഉംറയ്ക്ക് പോകുമ്പോൾ ഓരോ ഹജ്ജിന് പോകുന്ന വ്യക്തികളോടൊപ്പം അവരെയും കൂടെ വിടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹു അതിന് നിങ്ങൾക്ക് മനസ്സിന് സമാധാനവും സന്തോഷവും ആ നല്ല മനസ്സും അള്ളാഹു തരട്ടെ. ആമീൻ. അപ്പോൾ എന്തായാലും ഉള്ളവനും ഇല്ലാത്തവനും ഒക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുപോലെ തന്നെയാണ്. നാളെ നമ്മൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ റബ്ബിൻ്റെ മുമ്പിൽ എല്ലാ മനുഷ്യരും ഒന്ന് തന്നെയാണ്. ഇന്ന് നിനക്ക് എന്തിന് പണം തന്നു എന്ന് അള്ളാഹു ചോദിക്കും. നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി തരുന്ന ഓരോ സമ്പത്തും നീ ആർക്കൊക്കെ ചിലവാക്കി, എന്തിനൊക്കെ ചിലവാക്കി എന്ന് തീർച്ചയായിട്ടും അള്ളാഹു നാളെ ചോദിക്കും. അപ്പോൾ നമ്മൾ അതിനെല്ലാത്തിനും ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ഭയന്നുകൊണ്ട് റബ്ബ് പറഞ്ഞതനുസരിച്ച്, നമ്മുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുക. അതിനായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.